ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ ഓറക്കിൾ കാർഡാണ് നോക്കുന്നത് കേട്ടോ. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. യൂണിവേഴ്സായിട്ട് തന്നെ എന്താണ് കാർഡ്സിലൂടെ കാണിച്ചു തരുന്നതെന്ന് നോക്കാം. ഈ റീഡിംഗ് എന്ന് പറയുന്നത് ടൈംലെസ് റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡായി വരുന്ന റീഡിംഗ് ആണ്. നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് ഈ ഒരു നിമിഷം എന്താണ് പറയാനുള്ളത്. റിവീൽ എന്നാണ് ആദ്യത്തെ കാർഡ് കിട്ടിയിട്ടുള്ളത്. ഐ വാണ്ട് ടു ടെൽ യു ദ ട്രൂത്ത്. ഒരു സത്യം അവർ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നാണ് ഇവിടെ ഓറക്കിൾ കാർഡ് പറയുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ക്ലാരിറ്റി നിങ്ങളിലേക്ക് അവർ പറയാൻ പോവാണ്. സെക്കൻഡ് കാർഡ് നോക്കാം. സീക്രട്ട് ആണ് കിട്ടിയിട്ടുള്ളത്. ഐ ഹാവ് ടോൾഡ് യു എവറിത്തിങ്. അവർ നിങ്ങളോട് ഒരു രഹസ്യം പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അവർ നിങ്ങളടുത്ത് ആ ഒരു സീക്രട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അതെല്ലാം അവർ റിയലൈസ് ചെയ്യുന്നതിൻ്റെ സീക്രട്ട് നിങ്ങളോട് പറയും. മറച്ചു വെച്ചിട്ടുള്ള സത്യങ്ങൾ നിങ്ങളിലേക്ക് പറയും. അപ്പോൾ രണ്ട് കാർഡും കിട്ടിയിട്ടുള്ളത് കണ്ടോ. നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരുമ്പോൾ പറയാനായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. തേർഡ് കാർഡ് നമുക്ക് നോക്കാം. ഇവിടെ നിന്നായിക്കോട്ടെ. സോൾ കോൺട്രാക്റ്റ് ആണ് കിട്ടിയിട്ടുള്ളത്. The lessons I learned from us will never be forgotten. അപ്പോൾ നിങ്ങളും അവരും തമ്മിൽ ഉണ്ടായിട്ടുള്ള നിമിഷങ്ങൾ അവർ തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട് എന്ന് യൂണിവേഴ്സ് പറയുകയാണ്. ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എവിടെയും ഉണ്ടായി പോകുന്ന ഒന്നല്ല എന്നുള്ള ആ ഒരു റിയലൈസേഷൻ അവരിൽ വന്നിട്ടുണ്ട്. ഒരു സോൾ കോൺട്രാക്റ്റ് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. നെക്സ്റ്റ് കാർഡ് നോക്കാം. റണ്ണറാണ് കിട്ടിയിട്ടുള്ളത്. ഐ ഡോണ്ട് വാണ്ട് ടു റൺ എനിമോർ. അവർക്ക് ഇനി ഓടാൻ താല്പര്യമില്ല എന്ന് പറയുന്നേ. നിങ്ങളിൽ നിന്നും അവര് മാറി നിന്നിട്ടുണ്ട്. അവർക്ക് ഇനി നിങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ താല്പര്യമില്ല എന്ന് ഇവിടെ അവർ ചിന്തിക്കുന്നതായിട്ടാണ് കാർഡ്സ് പറയുന്നത്. നെക്സ്റ്റ് കാർഡ് എടുക്കാം. ഇറിപ്ലേസബിൾ എന്നാണ് പറയുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാല് ദ വേ യു ലവ് ക്യാൻ നെവർ ബി മാച്ച്ഡ്. നിങ്ങളുടെ പോലെയുള്ള സ്നേഹം വേറെ എവിടെ നിന്നും അവർക്ക് കിട്ടിയിട്ടില്ല എന്നവർ തിരിച്ചറിയുന്നു. അതായത് നിങ്ങൾക്ക് പകരമാവാനായിട്ട് വേറെ ആർക്കും സാധിക്കില്ല എന്ന് അവരിപ്പോൾ തിരിച്ചറിയുന്നു. അപ്പോൾ അവരുടെ മനസ്സിലൂടെ പോകുന്ന കാര്യമാണ് യൂണിവേഴ്സ് കാർഡ്സിലൂടെ പറയുന്നത്. ഒരാൾക്ക് പകരമാവാനായിട്ട് അത് യൂണിവേഴ്സ് കാണിച്ചു തരാണ്. ആ ഒരു തിരിച്ചറിവ് അവരിലേക്ക് വരാണ്. ഒരു കാർഡും കൂടി എടുക്കാം. റിഫ്ലക്ഷൻ ആണ് കിട്ടിയിട്ടുള്ളത്. റിഫ്ലക്ഷൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് നിങ്ങളിൽ നിന്ന് അകലം നിന്നിട്ടില്ല ആ ഒരു നിമിഷം ഉണ്ടല്ലോ, അത് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനായിട്ട് സാധിച്ചു, ഒരു വ്യക്തത വരുത്താനായിട്ട് സാധിച്ചു എന്ന് തിരിച്ചറിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ഒരുമിച്ചുള്ള നിമിഷങ്ങളിൽ നിങ്ങളുടെ ആ ഒരു സ്നേഹവും കരുതലും ഒന്നും അവർ മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പോലും അവർക്ക് മനസ്സിലായിട്ടുണ്ടായില്ല. എന്നാൽ ഈ ഒരു സെപ്പറേഷൻ, ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ് അവരിലേക്ക് ഒരു വ്യക്തത കൊണ്ടുവന്നിട്ടുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാല് നിങ്ങളില്ലാതെ പറ്റില്ല, നിങ്ങളൊരു സോൾമേറ്റ് ആണ് എന്നുള്ള തിരിച്ചറിവ് അവരിലേക്ക് വന്നിട്ടുള്ളത് എന്ന് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ പറയാണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് എല്ലാവരും ഒരു എനർജി അല്ല, ഡിഫറെൻ്റ് എനർജിയാണ്.
എങ്കിൽ കൂടിയും നിങ്ങൾക്ക് ഇത് വാലിഡ് ആവുകയാണെങ്കിൽ സ്വീകരിക്കാം. ഒരു കാർഡ് കൂടി എടുക്കണോ? നോക്കാം. ഇവിടെ നിന്നായിക്കോട്ടെ. എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഹോപ്പ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഐ ഹാവിൻറ്റ് ഗിവൻ അപ്പ് ഓൺ അസ് യെറ്റ്. അവർ നിങ്ങളെ കൈവിട്ടിട്ടില്ല എന്നാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ പറയുന്നത്. നിങ്ങളെ അവർ ചേർത്ത് പിടിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സാധ്യത തന്നെയാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സിനെയാണ് ഇത്രയും കാർഡ്സ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ആ ഒരു ഫീലിങ്സിനെയാണ്, നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യത്തെയാണ് യൂണിവേഴ്സ് ഇവിടെ ഒറക്കിൾ ഡെക്കിലൂടെ കാണിച്ചു തന്നിട്ടുള്ളത്. ഇതൊരു ഷോർട്ട് റീഡിംഗ് ആണ്. അപ്പോൾ ഈ റീഡിങ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിങ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.